വെൽക്കം ബാക്ക് ടു അമ്മായിസ് കോർണർ. ഇത് നമ്മൾ സാമ്പാർ പരിപ്പോ സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ തന്നെ നല്ല സ്വാദോട് കൂടിയിട്ടുള്ള ട്രഡീഷണൽ സാമ്പാറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കി കാണിക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല സ്വാദോട് കൂടിയിട്ടുള്ള സാമ്പാർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് വീട്ടിലുണ്ടായിട്ടുള്ള വഴുതന അതിൽ ഒന്ന് നമ്മൾ പറിച്ചെടുക്കാം. 2 എണ്ണം തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതിലൊന്ന് നമുക്ക് ആദ്യം ഉണ്ടായതങ്ങ് പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ചക്കക്കുരു ആണ്. അപ്പോൾ ഒരു 15 ചക്കക്കുരു തൊലിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ കുക്കറിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വേവാൻ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കായാണ്, പെരുങ്കായം. അപ്പോൾ അതൊരു കഷ്ണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇതിലേ അങ്ങ് അലിഞ്ഞ് ചേർന്നോളും. നമുക്ക് പൊടി ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് സാമ്പാറിലേക്ക് ഇങ്ങനെ കായം കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞെടുക്കാനുണ്ട്. കഷ്ണങ്ങൾ എന്ന് പറയാൻ മാത്രമല്ല, 2 ഉരുളക്കിഴങ്ങ്, ഒരു കഷ്ണം സവാള, അതുപോലെ തന്നെ 4 ചെറിയ ഉള്ളി, പിന്നെ വെണ്ടയ്ക്കയും വഴുതനയും ഒരു മുരിങ്ങാക്കായും കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഉരുളക്കിഴങ്ങിന് പകരം ചേമ്പ് ഉണ്ട്, വീട്ടിൽ ചേമ്പത്തൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതൊക്കെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി അരിഞ്ഞെടുക്കണേ. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തതിന് ശേഷമൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വഴുതനയും വെണ്ടയ്ക്ക് നമ്മൾ വേറെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ സവാള സാമ്പാറിലേക്ക് അരിഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനെ ക്യൂബ് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണേ. കുറച്ച് കനത്തിൽ അരിഞ്ഞെടുക്കണം, നീളത്തിൽ അരിയരുത് കേട്ടോ. പിന്നെ വഴുതനയും അതുപോലെ തന്നെ വെണ്ടയ്ക്ക് നമുക്ക് വേറെ അരിഞ്ഞ് വെക്കാം. ഇത് നമ്മൾ വഴറ്റിയിട്ടാണ് കറിയിലേക്ക് ഇടാറുള്ളത്. നമുക്ക് 2 പച്ചമുളകിൻ്റെ ആവശ്യം കൂടി ഉണ്ട്. ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ല. 2 or 3 പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയം നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കിയതേ ഒന്ന് ഉടച്ച് കൊടുക്കാം, നന്നായിട്ട് അങ്ങ് ഉടച്ച് കൊടുക്കാം കയ്യിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ചക്കക്കുരു ചേർത്താൽ നമ്മൾ പരിപ്പിന് പകരം ഏത് കറിയിലേക്കും ചക്കക്കുരു ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നമ്മളിതേ ചക്കക്കുരു ഉടച്ച് കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ്, സവാള, ചെറിയുള്ളി, പച്ചമുളക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇനി കുക്കറിൻ്റെ അടുപ്പ് അടക്കണ്ട, സാധാ ഒരു അടുപ്പ് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു പകുതി വേവാക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശമൊക്കെ വേവായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഒരു പകുതി വേവാക്കിയെടുത്താൽ മതി. അതിൻ്റെ ശേഷമാണ് നമ്മൾ മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കുന്നത്. വെള്ളം കുറവാണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോഴും വെള്ളം കുറവാണ്, അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ നമുക്ക് അടച്ച് വെക്കാം. ചെറിയ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് വഴുതനയും വെണ്ടയ്ക്കയും ഒന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയെടുത്താണ്. പിന്നെ നമ്മൾ വെണ്ടയ്ക്കയും വഴുതനയും ഇടുന്നതിൻ്റെ കൂടെയാണ് തക്കാളിയും പുളിയൊക്കെ ചേർക്കാറുള്ളത്. അപ്പോൾ ഒരു കഷ്ണം തക്കാളിയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. തക്കാളിയൊന്നും നല്ലോണം ഇല്ലാതെ എന്ത് സാമ്പാറൊന്നും വിചാരിക്കേണ്ട. ഈ ഒരു തക്കാളി കൊണ്ട് നല്ല ടേസ്റ്റാണ്. ഇത്രയും മതി തക്കാളി. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ചതാണ്. നമ്മൾ മുരിങ്ങാക്കായും ഒരു പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെണ്ടയ്ക്കയും വഴുതനയും വഴറ്റിയെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് തക്കാളിയും ചേർത്ത് കൊടുക്കാം. വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമുക്ക് എടുത്തിട്ടുള്ള തക്കാളി ഒരു കഷ്ണം മതി കേട്ടോ ഈ സമയത്ത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അന്ന് കരുതി ടേസ്റ്റിന് കുറവും ഉണ്ടാവില്ല. ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് അറിയിക്കണം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള പുളിയും പിഴിഞ്ഞതും ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സമയമാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കേണ്ടത്. നമ്മളൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയം അപ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. ഈ സമയം നമുക്ക് തേങ്ങ വറുത്തരക്കണം. വളരെ കുറച്ച് തേങ്ങ മതി നമ്മൾ സാമ്പാറിലേക്ക്. അപ്പോൾ ഞാൻ ചിരണ്ടിയപ്പോൾ അത് എങ്ങനെ പൊളിഞ്ഞ് വന്നതുണ്ട്. മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചട്ടിയിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ്.
നമ്മൾ വെണ്ടയ്ക്കും വഴുതനയും വഴറ്റിയ ചട്ടിയാവുകൊണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഇതിലേക്ക് ഒരു ചെറിയുള്ളിയും 2 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടൊന്ന് ബ്രൗൺ കളറാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയം നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, നല്ല ജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി അധികമായി പോകേണ്ട. മഞ്ഞൾപ്പൊടി നമ്മൾ അധികം ചേർക്കാറില്ല കേട്ടോ സാമ്പാറിലേക്ക്, വളരെ കുറച്ച് മതി. ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഒന്ന് ചൂടാക്കിയെടുക്കാം ഒന്നും കൂടി. ഇനി നമുക്കത് ഇറക്കി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ട് പൊടിച്ചെടുക്കാം. നല്ലതുപോലെ അങ്ങ് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഇതിന് നമുക്ക് കൂട്ടിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ മതി. ആവശ്യാനുസരണം വെള്ളം എത്രത്തോളം വേണം അതിനനുസരിച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെണ്ടയ്ക്കൊക്കെ ഒന്ന് വേവാനുണ്ട്, വെണ്ടയും വഴുതനയും ഒന്ന് വെന്ത് വരാനുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലതുപോലെ ഒന്ന് തിളക്കണം. അതിനനുസരിച്ച് കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക. നമ്മൾ നല്ലതുപോലെ വെട്ടി തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ വെണ്ടക്ക, വഴുതന, മുരിങ്ങക്കായൊക്കെ നല്ലതുപോലെ നന്നായി വെന്തിട്ടുണ്ട്. ശരിക്കൊന്ന് തിളക്കണം കേട്ടോ. നമ്മൾ സാമ്പാർ എത്ര തിളച്ചാലും അത് ടേസ്റ്റ് കൂടുള്ളൂ. നമ്മളിങ്ങനെ സാമ്പാർ ഉണ്ടാക്കി വെച്ചാൽ 2 ദിവസമൊക്കെ നമുക്ക് എന്തായാലും എടുക്കാനുണ്ടാകും. വെക്കും തോറും അത് ടേസ്റ്റ് കൂടുന്ന ഒന്നാണ് സാമ്പാർ എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റുമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇനി നമുക്കിത് ഇറക്കി വെച്ചിട്ട് നമുക്ക് വറവിട്ടെടുക്കാനേ ഉള്ളൂ. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച്. ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, നല്ലൊരു ഫ്ലേവർ, നല്ല ടേസ്റ്റും വരുത്തുന്ന ഒന്നാണ് മല്ലിയില. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാനത് പിറ്റേ ദിവസം അതേ ദോശയിലേക്ക് ഇടുന്ന ഒരു വീഡിയോ കൂടി, കൂട്ടുന്നൊരു വീഡിയോ കൂടി എടുത്തതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.